Alhamdulillah Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്തുൽ അംഫാലിലെ 26-ാമത്തെ സൂക്തമാണ് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكروا إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره وَرَزَقَكُم مِّنَ الطَّيِّبَاتِ لَعَلَّكُمْ تَشْكُرُونَ. വദ്കുറു, നിങ്ങൾ ഓർക്കണം. ഇത് അന്തും ഖലീലുൻ, നിങ്ങൾ അല്പമായിരുന്ന സന്ദർഭം, എണ്ണത്തിൽ കുറവുണ്ടായിരുന്ന സന്ദർഭം. മുസ്തദ്അഫൂന ഫിൽ അർദി, ഭൂമിയിൽ നിങ്ങൾ ദുർബലരായിരുന്നു, വളരെ ദുർബലരായിരുന്നു. തഖാഫൂന, നിങ്ങൾ പേടിക്കുന്നു. യതഖത്തഫകുമുന്നാസു, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുക്കുമോ എന്ന്. ഫആവാക്കും, എന്നിട്ട് അവൻ നിങ്ങൾക്ക് അഭയം നൽകി. വഅയ്യദക്കും, നിങ്ങളെ ശക്തിപ്പെടുത്തി. ബിനസ്രിഹി, അവൻ്റെ സഹായം കൊണ്ട്. വറസഖക്കും, നിങ്ങൾക്ക് അവൻ അന്നം നൽകി, വിഭവം നൽകി. മിനത്വയ്യിബാത്തി, വിശിഷ്ടമായതിൽ നിന്നും. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി ഉള്ളവരാകുന്നതിന്. എന്നുകൂടെ അർത്ഥം പറയാം. വദ്കുറു ദക്കറ ഉദ്കുർ വദ്കുർ വദ്കുറു, ഇതൊക്കെ ഖുർആൻ ധാരാളമായി പ്രയോഗിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഓർക്കുകയും വേണം. ഇത് അന്തും നിങ്ങളായിരുന്നപ്പോൾ, ആയിരുന്ന സന്ദർഭം. ഖലീലും, അല്പം, തുച്ഛം, എണ്ണക്കുറവ്. മുസ്തദ്അഫൂന ഫിൽ അർദ്, മുസ്തദ്അഫൂന, ളുഅഫാ, ലഈഫ്, ദുർബലത, എല്ലാ അർത്ഥത്തിലും. എണ്ണത്തിൽ കുറവാണ്, ജീവിത സൗകര്യങ്ങൾ കുറവാണ്. ഇതൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുസ്തദ്അഫൂന ഫിൽ അർദി, ഭൂമിയിൽ ദുർബലരായിരുന്നു നിങ്ങൾ. തഖാഫൂന, നിങ്ങൾ പേടിക്കുന്നു. യതഖത്തഫകും അന്നാസു, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിക്കൊണ്ടുപോകുമോ എന്ന്. ഖത്തിഫ അതിനുണ്ടായ വാക്കാണ്. തഖത്തഫ, റാഞ്ചിയെടുക്കുക. പക്ഷികൾ മുകളിൽ നിന്ന് പരുന്തൊക്കെ വന്ന് പക്ഷിക്കുഞ്ഞുങ്ങളെ റാഞ്ചി കൊണ്ടുപോകുന്നത് പോലെ ജനങ്ങൾ നാനാഭാഗത്തു നിന്നും നിങ്ങളെ റാഞ്ചി എടുത്തു കൊണ്ടുപോകും, അഥവാ നിങ്ങളെ മർദ്ദിച്ചൊതുക്കുമോ എന്ന് നിങ്ങൾ പേടിച്ചിരുന്നു. ആവാക്കും, എന്നിട്ടോ എന്നിട്ട് ആവാക്കും, നിങ്ങൾക്കവൻ അഭയം നൽകി. അയ്യദക്കും, അയ്യദ യദ് എന്നുള്ളതിനുണ്ടായതാ, കരുത്തിൻ്റെ പ്രതീകമാണ് യദ്. അയ്യദക്കും, അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തി. ബിനസ്രിഹി, അവൻ്റെ സഹായം കൊണ്ട്. വറസഖക്കും, അവൻ നിങ്ങൾക്ക് റിസ്ക് നൽകി, ജീവിത വിഭവങ്ങൾ നൽകി. മിനത്വയ്യിബാത്തി, ഉത്തമമായതിൽ നിന്നും, അല്ലെങ്കിൽ നല്ലതിൽ നിന്നും, വിശിഷ്ടമായതിൽ നിന്നും. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായിത്തീരാൻ. കഴിഞ്ഞ സൂക്തത്തിൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും കൽപ്പനക്ക് എതിര് നിന്നാൽ, നിങ്ങൾ തോന്നിയ പാട് ജീവിച്ചാൽ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിളിക്ക് നിങ്ങൾ ഉത്തരമേകിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ പൊതുവായി ബാധിക്കുന്ന ഒരു പരീക്ഷണത്തിന്, ഒരു ശിക്ഷയ്ക്ക്, ഒരു നാശത്തിനൊക്കെ കാരണമാകും. അത് ഇങ്ങനെ നാശകാരികളായവരെ, കുഴപ്പക്കാരെ, അല്ലെങ്കിൽ അള്ളാഹുവിനോടും പ്രവാചകനോടും അനുസരണക്കേട് കാട്ടി ധിക്കാരികളായവരെ, തിന്മയുടെ ആളുകളെ മാത്രമാവില്ല പിടികൂടുക, പൊതുവായിട്ടാണത് ബാധിക്കുക. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അതോടൊപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? നിങ്ങൾ മക്കയിൽ ജീവിച്ചപ്പോൾ വളരെ പേടിച്ചരണ്ടായിരുന്നു കഴിഞ്ഞിരുന്നത്. അതിന് കാരണം എന്താണ്? നിങ്ങളുടെ ഈ ആദർശ വിശ്വാസം
താൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാൻ ശത്രുക്കൾ കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് തുടക്കം മുതൽ വിമർശിക്കലും ആക്ഷേപിക്കലും കുറ്റപ്പെടുത്തലും പരിഹസിക്കലും ഒക്കെ ആയിരുന്നു. പിന്നെ പതുക്കെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിലേക്ക് എത്തി. പിന്നെ അവസാനമായപ്പോഴേക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുക എന്നതിൽ നിന്ന് വിട്ട് ആ സമൂഹത്തിൻ്റെ നേതാവായ, ലോകത്തിൻ്റെ തന്നെ നേതാവാകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുക എന്നിടത്തോളം അവരുടെ അക്രമമർദ്ദനങ്ങൾ ശക്തിപ്പെടുത്തുകയാണുണ്ടായത്. അതൊക്കെ കൂടി ഉണർത്തി ഇപ്പോൾ നിങ്ങൾ മദീനയിൽ കഴിയുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ അല്ലാഹു തആല ഒരുക്കി തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഓർമ്മിക്കണം. നിങ്ങൾ മക്കയിൽ കഴിഞ്ഞിരുന്ന അവസ്ഥ എന്തായിരുന്നു? ഇപ്പം മദീനയിൽ വന്നപ്പോൾ നിങ്ങളാണ് ഇവിടുത്തെ നേതാക്കന്മാർ. നിങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ മദീന ഇനി വളരാൻ പോകുന്നത്. അപ്പോൾ അല്ലാഹു തആല ബദർ യുദ്ധം പോലെയുള്ള ഒരു കാര്യത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ അവൻ്റെ പ്രവാചകൻ ആ കാര്യം നിങ്ങളെ ഉണർത്തുകയും നിങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നിങ്ങളെ നയിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. ഒരു തരത്തിലും നിങ്ങൾ വിമ്മിഷ്ടം പ്രകടിപ്പിക്കരുത്. അത് ഉണർത്തുകയാണ്. നിങ്ങളുടെ പഴയ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും നിങ്ങൾ ഓർക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സാമർഥ്യം കൊണ്ടൊന്നുമല്ല, അള്ളാഹുവിൻ്റെ ആസൂത്രണമായിരുന്നു. അതാണ് ഉണർത്തുന്നത്. അത് കുറവ് നിങ്ങൾ ഓർക്കണം കേട്ടോ, ഓർമ്മയിലുണ്ടായിരിക്കണം. എന്ത്? ഇത് അൻതും ഖലീലും, നിങ്ങൾ വളരെ കുറച്ച് ആൾക്കാരാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അവരെ കഅബയിലേക്ക് നയിച്ചു കൊണ്ട് പോകുന്നത് വരെ നമുക്കറിയാമല്ലോ, അവർ ദാറുൽ അർഖമിൽ സ്വകാര്യമായിട്ടാണ് ദീൻ പഠിക്കാൻ റസൂലിൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടിയിരുന്നത്. ദാറുൽ അർഖം നമുക്കറിയാലോ, കഅബയുടെ ഒരു ഭാഗത്ത് ഇപ്പോൾ ആ പേരിൽ ബാബുൽ അർഖം എന്ന് പറഞ്ഞ കവാടം തന്നെയുണ്ട്. അവിടെയായിരുന്നു ദാറുൽ അർഖം. അവിടെ ഒരുമിച്ച് കൂടുക. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു അബദ്ധം കൂട്ടത്തിൽ തീർത്താണെന്ന്. അന്ന് ആ വീട്ടിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ, പെങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഞാൻ അമ്മാർ എന്നൊരിക്കൽ പറഞ്ഞു തോന്നുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അവർക്ക് ഖുർആൻ ഓതി കൊടുത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും അവിടെ നിന്ന് മടങ്ങി വന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി മടങ്ങി പോരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒന്ന് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നമ്മൾ സത്യത്തിലല്ലേ? ആണ്. ഇതല്ലേ സത്യം? ഇതാണ് സത്യം. പിന്നെ നമ്മൾ ആരെ പേടിച്ചിട്ടാണ് ഇവിടെ ഒതുങ്ങിയിരിക്കണത്? ബന്നാണ് നിങ്ങൾ പുറത്തേക്ക്, നമ്മൾ കഅബത്തേക്കൊക്കെ ഒന്നാണ് പോവുക. ഉള്ള ആൾക്കാരെയും കൂട്ടി അദ്ദേഹം മുന്നിൽ നടക്കുക. ആളുകളുടെ ഒരു ധൈര്യം നോക്കണം, ഒരു ആത്മവിശ്വാസം. അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുണ്ട്. അദ്ദേഹം ചില്ലറക്കാരനൊന്നുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചില്ലറക്കാരനല്ല. എന്നിട്ടും ഉമർ ഖത്താബ് വന്ന് ഇസ്ലാമിന് നൽകിയ ആ ഒരു ധീരത, അത് ചില്ലറയായിരുന്നോ? അത് അള്ളാഹിൻ്റെ ആസൂത്രണം. അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഹിജ്റയുടെ സന്ദർഭത്തിൽ ആരാ നിങ്ങളെ സഹായിച്ചത്? നിങ്ങൾ ഹിജ്റ പോരാനുള്ള കാരണം, ഹിജ്റക്കുള്ള കാരണം എന്താ? അവിടെ ജീവിക്കാൻ കഴിയായികയാണല്ലോ. മദീനയിൽ എത്തണമെങ്കിൽ മദീനക്കാർ നിങ്ങളെ സ്വീകരിക്കണ്ടേ? ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം സ്വീകരിക്കാനുണ്ടായിരിക്കണം. അവർ സ്വീകരിക്കാൻ മാത്രമല്ല, അവർ ഇവിടെ വന്ന് നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോവുക. അവസാനം അവർ പറഞ്ഞു, ഞങ്ങളുടെ ജീവനും സ്വത്തും കുടുംബങ്ങളെയും സംരക്ഷിക്കുന്നതിലുപരി ഞങ്ങൾ അങ്ങയെ സംരക്ഷിക്കും. ഈ വാഗ്ദാനം കൊടുത്ത് ഈ കരാർ ചെയ്തിട്ട് പോവുകയാണ് റസൂലുള്ളാഹി. അവിടെ ചെന്നപ്പോൾ എന്തൊരു സ്വീകരണമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയത്. നമുക്കറിയാലോ ആ ചരിത്രമൊക്കെ. അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്, ദഫ് കൊട്ടി. മദീനയിലുള്ള ആണും പെണ്ണും കുട്ടികളും അടിമകളും എല്ലാവരും ഒന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പക്ഷെ അവർക്കൊരു നേതാവിനെ വേണം. അങ്ങനെ ആ ഒരു സ്വീകരണം, നമ്മളൊരു വീട്ടിലേക്കാണ് കയറി ചെല്ലുമ്പോൾ, ഒരു നാട്ടിലേക്കാണ് കയറി ചെല്ലുമ്പോൾ, ഒരു പള്ളിക്കാണ് കയറി ചെല്ലുമ്പോൾ, ഒരു സ്ഥാപനത്തേക്കാണ് കയറി ചെല്ലുമ്പോൾ നമ്മളെ ഒന്ന് സ്വാഗതം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരു സന്തോഷം. നേരെ കുറച്ച് നമ്മളെ കാണുമ്പോൾ എല്ലാവരും അവഗണിച്ച് മുഖം തിരിച്ചാണ് പോയാലോ? ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വീകരണം. ഇത് ആരൊരുക്കിയതാ? ഇപ്പോൾ ഇവിടെ ബദർ യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ച അള്ളാഹിൻ്റെ ആസൂത്രണം. അതേമാതിരി മദീനയിലേക്ക് വന്നപ്പോൾ നമ്മൾ ഓർക്കേണ്ട, മദീനയിൽ വെറുതെ വിളിച്ചുകൊണ്ടേക്കാണ്, നിങ്ങൾ എവിടെയെങ്കിലും ഇറങ്ങിക്കോളി എന്ന് പറയാം. വീട് കൊടുത്തിരിക്കുക, സ്വത്ത് കൊടുത്തിരിക്കുക. ഇങ്ങനെയൊക്കെ വലിയ, അതാണ് വദുക്കുറു ഇത് അൻതും ഖലീലുൻ, നിങ്ങൾ അല്പം ആൾക്കാർ
മുസ്തദ്അഫൂന ഫിൽ അർള്, ഭൂമിയിലെ മണ്ണിൽ, മക്ക രാജ്യത്ത് മക്ക പ്രദേശത്ത് വളരെ ദുർബലരായി കഴിയുക. തഖാഫൂന, നിങ്ങൾക്ക് പേടിയായി, യതഖത്തഫക്കുമുൻ നാസു, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകുമോ എന്ന്. ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻകബൂത്തിലൊക്കെ എടുത്തു പറയുന്നുണ്ട്. സൂറത്ത് അൻകബൂത്തിലെ 67-ലും സൂറത്ത് ഖസസിലെ 57-ലും അത് എടുത്തു പറയുന്നുണ്ട്. അല്ലാഹു തആലയാണ് ഇങ്ങനെ സംവിധാനം ഒരുക്കിയത്. നിങ്ങൾക്ക് പേടിയായിരുന്നു ജനങ്ങൾ നിങ്ങളെ ഉപദ്രവിച്ച് നശിപ്പിക്കുമോ എന്ന്. അതാണ് യതഖത്തഫക്കുമുൻ നാസു, ജനങ്ങൾ നിങ്ങളെ, പരുന്തുകൾ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുത്ത് നശിപ്പിക്കുമോ എന്ന് നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. അതാണ് തഖാഫൂന, നിങ്ങൾ പേടിക്കുന്നു, യതഖത്തഫക്കുമുൻ നാസു, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുക്കും. ഇതേ പദങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇക്കാര്യം സൂറത്ത് അൻകബൂത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് 67-ൽ, സൂറത്ത് ഖസസിലും പറഞ്ഞിട്ടുണ്ട് 57-ൽ. യതഖത്തഫക്കുൻ നാസു. അപ്പോൾ എന്തിനാ ഇക്കാര്യം എടുത്തു പറയുന്നത്? ഇവിടെ 24-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ അള്ളാഹ്ക്കും റസൂലിനും ഉത്തരമേകണമെന്ന്. അതിനുള്ള ന്യായമാണ് ഈ പറയുന്നത്. എന്തുകൊണ്ട് ഉത്തരമേകണം? അവനാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. ഇവിടെ 24-ൽ പറഞ്ഞില്ലേ, ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ. എന്തിനാണ് അള്ളാഹുവിനും അവൻ്റെ ദൂതനും ഉത്തരമേകണമെന്ന് പറഞ്ഞത്? അതിനുള്ള ന്യായമാണ് ഇവിടെ പറഞ്ഞത്. കാരണം അവനാണ് നിങ്ങൾക്ക് അഭയമേകിയത്. തഖാഫൂന യതഖത്തഫക്കുമുൻ നാസു ഫആവാക്കും, ആവാറിന് അഭയം നൽകി, മഅ്വ അല്ലേ, ഫനിഅമ അജ്റുൽ ആമിലീൻ, എങ്ങനെയാണ് പറഞ്ഞത്, മസുവ, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ അഭയസ്ഥാനം എന്നുള്ളതിന് ഉപയോഗിച്ച് നമുക്കറിയാം. ഇവിടെ ആവ എന്നുള്ളതിനാണ് ഉവ ഉണ്ടാവുന്നത്. വയ്യതക്കും, അവൻ നിങ്ങളെ സഹായിച്ചില്ല, ബിനസ്രിഹി, അവൻ്റെ സഹായം കൊണ്ട്. ബദർ യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചത് നിങ്ങളെ കരുത്തുകൊണ്ടാ, നിങ്ങളെ പോരാട്ടം കൊണ്ടാണോ? അതൊന്നുമല്ലല്ലോ. അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് ജയിച്ചതാണ്. അല്ലാതെ നിങ്ങളുടെ കഴിവ് കൊണ്ടും നിങ്ങളുടെ സൗകര്യം കൊണ്ടും നിങ്ങളുടെ ആയുധ ഫലം കൊണ്ടൊന്നും ഉണ്ടായതല്ല അത്. അതാണ് വയ്യതക്കും, അയ്യത സഹായിച്ചു, ബിനസ്രിഹി അയ്യത ശക്തിപ്പെടുത്തി, ബിനസ്രിഹി അവൻ്റെ സഹായം കൊണ്ട് നിങ്ങളെ, അയ്യദക്കും, വറസഖക്കും അവൻ നിങ്ങൾക്ക് വിഭവമേകി, റസഖക്കും നിങ്ങൾക്ക്, മിന ത്വയ്യിബാത്തി വിശിഷ്ട വസ്തുക്കൾ. അതെങ്ങനെയാ? മദീനയിലേക്ക് ചെന്നപ്പോൾ മദീനയിലുള്ള ആളുകൾ അവരുടെ വീട് കിട്ടുക എന്നുള്ളതൊരു റിസ്ക്കാണ്, ഒരു വിഭവമാണ്. അതുമാത്രമല്ല, ഭക്ഷണത്തിനും അവരുടെ നിത്യനിദാന ചെലവുകൾക്കും ഒന്നും വേറെ അന്വേഷിക്കണ്ട. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഏർപ്പാടും വരുമാനവും ആകുന്നത് വരെ മദീനയിലുള്ള സഹോദരന്മാർ അവരെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്, അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സംരക്ഷണം, അവരുടെ ഭക്ഷണം, അവരുടെ പാർപ്പിടം, അവരുടെ വസ്ത്രം ഒക്കെ മദീനക്കാരുടെ ചുമതലയിലായി. മദീനക്കാരിൽ സൗകര്യം ഉണ്ടായിട്ടൊന്നുമല്ലത്, സൗകര്യമുള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് അവനവൻ്റെ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, വയ്യതക്കും ബിനസ്രിഹി വറസഖക്കും മിന ത്വയ്യിബാത്തി ലഅല്ലക്കും തഷ്കുറൂൻ. എന്തിനാ അതൊക്കെ നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയോ? തഷ്കുറൂൻ, ശുക്റുള്ളവരാകണം. നിങ്ങൾ ശുക്റുള്ളവരാകണം, അള്ളാഹുവിന് ശുക്റുള്ളവരാകണം. കാരണം അള്ളാഹ് നിങ്ങളെ പടച്ചത്, അള്ളാഹുവാണ് നിങ്ങളെ ഈമാനിലേക്ക് വഴി നടത്തിയത്, ഇസ്ലാമിലേക്ക് വഴി നടത്തിയത്. അള്ളാഹുവാണ് ഇപ്പോൾ നിങ്ങളെ മക്കയിൽ നിന്ന് രക്ഷപ്പെടുത്തി മദീനയിൽ അഭയം നൽകി സൗകര്യങ്ങൾ ഒരുക്കിയത്. അതേ അള്ളാഹുവാണ് നിങ്ങളോട് പറയുന്നത്, അള്ളാഹുവും അവൻ്റെ ദൂതനും എന്തിലേക്ക് വിളിച്ചാലും നിങ്ങൾ വരണം. അത് യുദ്ധത്തിലേക്കാവും, ചിലപ്പോൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടേക്കും, ചിലപ്പോൾ നിങ്ങളുടെ മുതൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടി വരും. ഇതൊക്കെ അള്ളാഹുവിന് ഉത്തരമേഖലാണ്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. അത് ചെയ്തിരിക്കണം എന്ന് അള്ളാഹു വെറുതെ പറയുന്നതല്ല. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിക്കൊണ്ട് ഞാൻ നന്ദിയുള്ളവരാണെന്ന് പ്രഖ്യാപിച്ചാൽ പോലെ ജീവിതത്തിലൂടെ അത് തെളിയിക്കണം. അതാണ് ലഅല്ലക്കും തഷ്കുറൂൻ, നന്ദിയുള്ളവരാകാൻ. നമുക്കെന്താ അതിലുള്ള പാഠം? ഇതിങ്ങനെ ചരിത്രം പഠിച്ചാൽ മതിയോ? ഇതിങ്ങനെ ഒരു ചരിത്രം ഉൾക്കൊള്ളലാണോ? നമ്മൾ നന്ദിയുള്ളവരാകണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെവിടെയാണ് ജീവിക്കണത്? കേരളത്തിലാണ്. കേരളത്തിലെവിടെ? മലപ്പുറത്താണ്. ഇന്ത്യ രാജ്യത്ത് ഇത്ര സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുന്ന വേറെ പ്രദേശമുണ്ടോ? എവിടെയും മലപ്പുറം കോഴിക്കോടും ഒക്കെ അല്ലാതെ ഇത്ര സൗകര്യത്തിൽ ജീവിക്കുന്ന പ്രദേശമുണ്ടോ? അപ്പോൾ എന്ത് വേണം? അല്ലാഹു തആല ഇങ്ങനെ ഒരു അഭയം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സൗകര്യം തന്നിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ മനുഷ്യന്മാർ പൊതുവിൽ ജാതി മതം നോക്കിയിട്ട് വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്ന ഒരു പ്രദേശം. അപ്പോൾ അത് ലഅല്ലക്കും തഷ്കുറൂൻ അല്ലേ? ആസാമിലെ സ്ഥിതി എന്താ?
വീട് തകർക്കുകയാണ്. ബുൾഡോസറും പോലീസുകാരും വന്നിട്ട് വീട് തകർത്ത അവർക്ക് പിന്നെ എന്താ വഴി? വീട് കാരണം നമുക്കറിയാം ഗല്ലികളാണല്ലോ, ഗല്ലികളാണ്. ഒരു വീട് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ സ്ഥിതി നമുക്കറിയാം. ഷീറ്റ് ഇങ്ങനെ മറച്ച് കെട്ടി മുകളിൽ എന്തൊക്കെയോ കിട്ടുന്ന സാധനമൊക്കെ കൊണ്ട് മേൽപ്പുര ഉണ്ടാക്കി കിട്ടുന്നതുകൊണ്ടൊക്കെ മറയുണ്ടാക്കി. ചിലത് നല്ല വീടുണ്ട്. ധനികന്മാരും നേതാക്കന്മാരും അടക്കമുള്ള എല്ലാവരുടെയും വീട് തകർത്ത് കഴിഞ്ഞാൽ എന്താ? ഒരു സാധനം എടുത്ത് അവർ എന്താ ചെയ്യുക? അവർക്ക് എല്ലാ രേഖകളും ഉണ്ട്. എന്താണ് മനുഷ്യ നാട്ടിലുള്ള നമുക്ക് തോന്നുന്നത്, എൻ്റെ വീടാൻ പൊളിച്ചാൽ അയലോകത്തെ മറ്റവൻ്റെ വീടുണ്ടല്ലോ, കുടുംബക്കാരൻ്റെ വീടുണ്ടല്ലോ, നാട്ടുകാരൻ്റെ വീട് നിരത്തി പൊളിച്ചാലും എല്ലാവരും തെരുവിലാണ്, പിന്നെ എല്ലാവരും റോട്ടിലാണ്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കാണ് എന്തായിരിക്കും അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ. എല്ലാവരും തെരുവിൽ, ഒരു പ്രദേശത്ത് ആർക്കും എവിടെയും പോകാമല്ലോ. മറ്റേ എൻ്റെ വീടാൻ പൊളിഞ്ഞാൽ എനിക്ക് അഞ്ചൻ്റെ വീടുണ്ടല്ലോ, ഏട്ടൻ്റെ വീടുണ്ടല്ലോ, കുടുംബക്കാരുടെ വീടുണ്ടല്ലോ, നാട്ടുകാരത് ഒന്നുമില്ല. ആ ഗല്ലി ഒന്നായിട്ട് 4000-5000 വീടാണ് JCB കൊണ്ടുവന്ന്. അപ്പം നമുക്ക് എന്തേ അള്ളാഹു തആല ഇങ്ങനെ ഒരു സൗകര്യം സഹായം ചെയ്തു തന്നിരിക്കുക. ആസാമിലല്ലല്ലോ. അള്ളാഹ്ക്ക് നന്ദിയുള്ളവരാകണം. ഇതാ നമ്മൾ ഉൾക്കൊള്ളണം പ്രിയമുള്ളവരെ. അതിനു വേണ്ടിയിട്ടാണ് ലഅല്ലക്കും തഷ്കുറൂൻ. ഈ പാഠം കൂടി നമ്മളോട് പറയുന്നത് പ്രയാസങ്ങളുണ്ടാകും, പ്രതിബന്ധങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, ഉറച്ചു നിന്നുകൊള്ളണം. അതും കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ജീവിക്കുന്ന സൗകര്യം ഇതെന്നും നിലനിന്നു കൊള്ളണമെന്നില്ല. ഇവിടെയും ഈ ഭീകരതയുടെ അല്ലെങ്കിൽ ഇവിടെയും ജാതീയതയുടെ വർഗീയതയുടെ വിത്ത് പതുക്കെ വിതച്ച് അത് വളമൊക്കെ വലിച്ചെടുത്ത് വളരുകയാണ്. ആർക്കും ഒരു വിരോധമല്ല. എല്ലാവരുടെയും ലക്ഷ്യം വെച്ചിരിക്കുന്നത് മുസ്ലിമീങ്ങളെ. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു നിർത്താം. വദ്കുറൂ, നിങ്ങൾ ഓർക്കണം, ഇദഅൻതും ഖലീലുൻ, നിങ്ങൾ അല്പമായിരുന്നു, മുസ്തദ്അഫൂന ഫിൽ അർളി, ഭൂമിയിൽ ദുർബലരായിരുന്നു, തഖാഫൂന യതഖത്തഫകുമുൻ നാസു, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുക്കുമോ എന്ന് നിങ്ങൾ പേടിച്ചിരുന്നു. ഫആവാക്കും, അവൻ നിങ്ങൾക്ക് അഭയമേകി. വഅയ്യദക്കും ബിനസ്രിഹി, അവൻ്റെ സഹായം കൊണ്ട് നിങ്ങളെ ശക്തിപ്പെടുത്തി. വറസഖക്കും മിനത് ത്വയ്യിബാത്തി, വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾക്ക് വിഭവം നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിയുള്ള അടിമകളിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.